ഇപ്രാവശ്യത്തെ ഓണവും ഇവിടെ കുവൈറ്റിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ നാട്ടിൽ ഒരുങ്ങാൻ പറ്റാത്തതിൻ്റെ വിഷമം നമ്മൾ ഇവിടെ തന്നെ ആഘോഷിച്ച് തീർക്കുവാണ്. വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല. ഇവിടെ നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ചെറിയ രീതിയിൽ സദ്യയൊക്കെ ഒരുക്കി കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ തലേ ദിവസം തന്നെ ഞാൻ വലിയൊരു ലിസ്റ്റ് ഏട്ടനും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം അനുസരിച്ചിട്ട് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു രാത്രി തന്നെ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെക്കാം, അപ്പോൾ പെട്ടെന്ന് എനിക്ക് കുക്ക് ചെയ്യാമല്ലോ. അങ്ങനെ തലേന്ന് ഞങ്ങളെല്ലാം അരിഞ്ഞു വെക്കുവാണ് രാത്രിയിൽ. അപ്പോൾ അല്ലുവാണ് നമ്മുടെ മെയിൻ ആൾ. അല്ലുവാണ് എല്ലാ ഹെൽപ്പിൻ്റെ ആൾ കേട്ടോ. അല്ലു എല്ലാം സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നിപ്പുണ്ട്. അപ്പോൾ ആളെയും കൂടെ കൂട്ടിയില്ലെങ്കിൽ നമ്മുടെ പരിപാടി ഒന്നും നടക്കത്തില്ല. അപ്പോൾ ചെറിയൊരു കളിക്കുന്ന ഒരു പിച്ചാത്തിയൊക്കെ കൊടുത്തിട്ട് അരിഞ്ഞോന്ന് പറഞ്ഞിട്ട് സൈഡിൽ നിർത്തിയേക്കുവാണ് കേട്ടോ. എന്തായാലും ഇപ്രാവശ്യം നമുക്ക് വെള്ളിയാഴ്ച ദിവസം തന്നെ തിരുവോണം വന്നു. അതുകൊണ്ട് നമുക്ക് നല്ല സന്തോഷമായിരുന്നു കേട്ടോ. കാരണം വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവർക്കും അവധിയുള്ള ദിവസമാണ്. അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും വരാനും അന്നത്തെ ദിവസം തന്നെ തിരുവോണം ആഘോഷിക്കാനൊക്കെ പറ്റി. അല്ലെങ്കിൽ നമ്മൾ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത ഫ്രൈഡേ എന്നാണോ വരുന്നത് അന്നത്തേക്ക് നമ്മൾ മാറ്റി വെക്കും, അന്നാണ് നമ്മുടെ ഓണം. പക്ഷേ ഇപ്രാവശ്യം കറക്റ്റ് ദിവസം തന്നെ നമുക്ക് ആഘോഷിക്കാൻ പറ്റി. തലേന്ന് തന്നെ കുറച്ച് പച്ചടി കിച്ചടി പപ്പടം പരിപാടികളൊക്കെ ഞങ്ങൾ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ എണീറ്റിട്ടോ, രാവിലെ അലാറം അടിച്ചില്ല, കുറച്ച് ലേറ്റ് ആയിപ്പോയി. ലേറ്റ് ആവുമെന്ന് പേടിച്ചു. പക്ഷെ എല്ലാം കറക്റ്റ് സമയത്ത് തന്നെ റെഡിയായി കേട്ടോ. അലുവിനെല്ലാം റെഡിയാക്കി ഒരു 10-10:30 ആയപ്പോഴത്തേനും ഫുഡും കാര്യങ്ങളും എല്ലാം റെഡിയായി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി ടേബിൾ വെച്ചിട്ടുണ്ട് കേട്ടോ. മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നൊരു ദിവസമാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ദിവസങ്ങളൊന്നും ഇങ്ങനെ വരാനോ എല്ലാവരും കൂടെ ഒത്തുകൂടാനോ ഇങ്ങനെ ഫുഡ് കഴിക്കാനോ ഒന്നും ആർക്കും പറ്റാറില്ല. കാരണം എല്ലാവരുടെയും ഡ്യൂട്ടി ടൈമും കാര്യങ്ങളും എല്ലാം പല പല സമയങ്ങളും ദിവസങ്ങളും ഒക്കെയാണ് ഫ്രീ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓണം, ക്രിസ്മസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ്സൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ചാൻസ് കിട്ടുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എല്ലാവരും വിളിച്ചു, എല്ലാവരും വന്നു. ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാം വന്നു. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ ഫാമിലി കൂട്ടാണ്. നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും വരികയും എല്ലാ കാര്യത്തിനും നമ്മൾ കൂടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു, ആൻറ്റിയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരുണ്ടായിരുന്നു. അവർ ആന്ധ്രയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവർ ആദ്യമായിട്ടാണ് ഓണ സദ്യയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അവർക്ക് ഭയങ്കര സന്തോഷമായി, നമുക്ക് സന്തോഷമായിരുന്നു. എല്ലാവരും കൂടിയിട്ട് വർഷത്തിലൊരിക്കലാണ് നമ്മളിങ്ങനെയൊക്കെ ഒന്ന് കൂടുന്നത്. അപ്പോൾ ഭയങ്കര നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്നതും എല്ലാവരും കൂടെ വന്ന് കൂട്ടായിട്ട് ഇങ്ങനെ സന്തോഷമായിട്ടൊക്കെ കഴിക്കുന്നത് അത് വേറൊരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിലും ഞങ്ങൾ അതിൽ തന്നെയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓണം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഫ്രൈഡേസിലും പ്രോഗ്രാംസ് ആയിരിക്കും കേട്ടോ. ക്ലബ്ബുകളും കമ്മ്യൂണിറ്റികളും നടത്തുന്ന ഓണപരിപാടികളായിരിക്കും ഇനി അങ്ങോട്ട് എന്നും. അതിൽ നമ്മുടെ ഒരു ന്യൂ ഇയർ ക്രിസ്മസ് ടൈം വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാംസ് കാണും കേട്ടോ. നമുക്ക് പോവുകയും കാണുകയും ഒക്കെ ചെയ്യാം. നമുക്ക് എല്ലാത്തിനൊന്നും പോയി അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. എങ്കിലും നമ്മൾ പോവുകയും നാട്ടിലെ പോലെ തന്നെ എല്ലാവരും കൂടെ ആഘോഷിക്കുകയും സദ്യ കഴിക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ അടുത്ത വർഷത്തെ ഓണമെങ്കിലും നാട്ടിൽ കൂടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചോ? അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.